സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും ശിർക്ക് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ഖസായിസ് എന്താ പറയുക, 40 വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീഅത്ത് വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം 40-ന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊക്കെ ചെയ്തിരുന്നു, പിന്നെ വിരോധിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല എന്നല്ല. ഇസ്ലാമിക ശരീഅത്ത് നബി തങ്ങൾക്ക് 40 വയസ്സ് കിട്ടിയിട്ട് 23 കൊല്ലത്തിനിടയിൽ വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പോലും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ന് മുമ്പ് ചെയ്തിട്ടില്ല. 40-ാമത്തെ വയസ്സിൽ നബിയാണ് എന്ന് പറയാനേ 35-ാമത്തെ വയസ്സിൽ മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല, 3-ാം വയസ്സിൽ വർത്താനം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യം അങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിന് പോയാലും മടങ്ങി വന്നാൽ ഞാൻ അവിടെ പോയി നോക്കൽ പതിവുണ്ട്, പക്ഷേ ഒന്നും കാണാറുണ്ടായിരുന്നില്ല എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമോ മൂത്രമോ ജീവിതത്തിൽ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഷറഫുകളും എല്ലാ ഫളലുകളും അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. തുടങ്ങി വെച്ച ആശയം വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം പുണ്യനബിനെ പറ്റിയുള്ള വിവരമാണ് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു വാജിബിൻ അലൽ ആബാഇ, വാപ്പാർക്ക് ആദ്യം നിർബന്ധമാകുന്നത് അൻ യതഅല്ലമ ഔലാദഹും ബി അന്ന നബിയ്യനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക വതുഫിയ ബിൽ മദീന. ഫത്തുൽ മുഈന. മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്ന ആദ്യത്തെ ബാധ്യത മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മദീനത്താണെന്നും പഠിപ്പിക്കലാണ്. വാപ്പാക്ക് വാപ്പാൻ്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിർബന്ധമാവും. ഞാൻ വായിച്ച ഇബാറത്ത് ഫത്തുൽ മുഈൻ്റെ ഇബാറത്താണ്. ഒരു മാതാപിതാക്കൾക്ക് അവ്വലു വാജിബിൻ അലൽ ആബായി എന്നുള്ളിടത്ത് ഫത്തുൽ മുഈൻ്റെ ഷർഹായി ആനത്ത് അലൽ ആബായി എന്നുള്ളിടത്ത് വൽ ഉമ്മഹാത്തി എന്നുകൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം ബി അന്ന നബിയ്യനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു എന്നും വതുഫിയ ബിൽ മദീനത്തി, മദീനയിൽ മറവ് ചെയ്തു എന്നുമാകുന്നു. വാപ്പ മക്കൾക്ക് വാപ്പാൻ്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുത്തുനബിയുടെ ഖബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകുമെന്നതാണ്. അതാണ് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഈ ബന്ധം മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം വരും എന്നുള്ളതാണ്. ബന്ധം മനസ്സിലാവാത്തതിനെ സ്നേഹിക്കാൻ കഴിയൂല, ബന്ധം എന്നാലേ സ്നേഹം വരുള്ളൂ എന്നുള്ളതാണ്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗദ ഷരീഫിൻ്റെ അടുത്ത് എന്നിട്ട് യാക്രമ ബെയ്ത്തി അല്ലേ ഇപ്പോൾ റൗദൻ്റെ വാതിൽ തുറന്നു എന്നാണ് സംഗതി. ആ ബെയ്ത്ത് സബീനൻ്റെ പക്കത്തുണ്ട്. ഉംറക്ക് പോകുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തുങ്ങാണ്ട് പോയിട്ട് 100 വട്ടം ചെല്ലലും തുറക്കണില്ല. എന്താ കാരണം? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ ബെയ്ത്ത് ബുദ്ധി തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ വന്നാൽ ഞമ്മക്കും തുറക്കും, അങ്ങനെ വന്നാൽ നമ്മക്കും തുറക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അഖ്ലിയായ സ്നേഹം എന്ന് പറയുന്നതും രണ്ടാമത്തേത് ത്വബഈയായ സ്നേഹം എന്ന് പറയുന്നതും. അങ്ങനെ സ്നേഹം 2 തരത്തിലുണ്ട്. അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തുനബിനെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ സ്നേഹിച്ചു, അതിനാണ് അഖ്ലി എന്ന് പറയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ പഠിച്ചപ്പോൾ സ്നേഹം വന്നു, അത് അഖ്ലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലായപ്പോൾ ഒരാൾക്ക് സ്നേഹം വന്നു, അത് അഖ്ലിയാണ്. ത്വബഈ എന്ന് പറഞ്ഞാൽ അതല്ല, സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും പറ്റണില്ല, സ്നേഹം ഇങ്ങോട്ട് വരിക തന്നെ, അതിനാണ് ത്വബഈ പറഞ്ഞത്. പുണ്യനബിനോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം, ത്വബഈ ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സഹാബത്ത് വിജയിച്ചത്.
ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്നതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകതയിലെത്താണ്ടായ കാരണം. മിറാജിൻ്റെ രാത്രി 7 ആകാശങ്ങളൊക്കെ കയറിയിട്ട് അള്ളാഹിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ കഅബമ്മക്ക് ഇങ്ങനെ കയ്യുമ്മക്ക് തലയും വെച്ചിട്ട് നബി തങ്ങളിങ്ങനെ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് എന്തേലും പുതിയ വിവരം ഉണ്ടോ? എൻ്റെ ഇരുത്തം കണ്ടാലൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് നിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാം എന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി. നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അങ്ങോട്ട് തന്നെ പോയി നിസ്കാരം ചുരുക്കി ഇങ്ങോട്ട് വന്നു. വീണ്ടും പോയി 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. എന്ത് ചിരി? കുട്ടികളും പറയുന്ന ഒരുമാതിരി ചിരിയാണ് ചിരിച്ചു. ഒരാക്കണ ചിരിയെന്ന് നമ്മൾ പറയില്ല, ആ ചിരി. എന്നിട്ട് അവൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരിടാ എല്ലാവരും വരി പുതിയ വിവരം ഉണ്ട് പറഞ്ഞു. എല്ലാവരും വിളിച്ചെടുത്തിട്ട് പിന്നെ മൂപ്പര വക ഒരു വിശദീകരണം. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്നേ അങ്ങോട്ട് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് കണ്ട് പോയി തരേ. എന്നിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് അവിടെ എവിടെയെങ്കിലും നിന്നിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പോയ വഴിക്ക് മടങ്ങിങ്ങാണ്ട് നേരം വെളുത്തപ്പോൾ അതിന് കിടന്നിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയാണ് ചിരിച്ചത് കേട്ടുങ്ങാണ്ട് സിദ്ദീഖുൽ അക്ബറുണ്ട് വന്നു റളിയല്ലാഹു അൻഹു. എന്താ വിഷയം എന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ഇങ്ങനെ കുറച്ച് ഉഷാറാക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇതിൻ്റെ നബി പറഞ്ഞാണോ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ്. കാരണപ്പോൾ പറഞ്ഞു, എന്നാലേ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ പറഞ്ഞത്. ഞാനൊരു സത്യങ്ങളോട് പറയുകയാണ്, വരുന്ന കാലഘട്ടത്തിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാലേ ഈമാൻ പോവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? പുണ്യനബിയോട് താല്പര്യമില്ലാതായതാണ്. ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം എന്താ? അഷ്റഫുൽ ഖൽഖിനോട് താല്പര്യമില്ലാതായതാണ്. ബിദ്അത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാതായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തലമ്മേ ചെവി എന്ന് പറയുന്ന ഈ ഉപകരണം ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ഈ ദുന്യാവൊക്കെ അയച്ചതിൻ്റെ ശേഷം നമ്മൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട്. 106, 110, 115, 20, 30, 50 വരെ അഭിപ്രായമുണ്ട്. 100 ചില്ലാനം വയസ്സ് ജീവിച്ച അനസ് റളിയല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ കവിളിലിങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു എന്നാണ്. 10 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പൊരിക്കൽ തൻ്റെ എളാപ്പ നബി തങ്ങളുടെ അടുത്തേക്ക് കൂട്ടി വന്നപ്പോൾ പുത്രവാത്സല്യം, കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് നബി തങ്ങളൊന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി വരുന്ന കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അടങ്ങേറ് മുത്തുനബിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലവലേശം സംശയം ഉണ്ടായാൽ മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോവും. ഒരു ഉദാഹരണം അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഈ അടുത്തിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യമാണ്. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കൂന്ന് കേൾക്കുമ്പോൾ നമുക്ക് പഠിച്ചോനെ അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവല്ലാന്ന് തോന്നിയാൽ ഉടനെ പോകും ഈമാനെ.
ലവലേശം മുഹമ്മദ് നബിയിൽ സംശയം വന്നാൽ മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഇമാം പോയിട്ടുണ്ടാവും. മറുപടി അടുത്ത ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടി വരും വരാൻ, അപ്പോഴത്തേന് ഇമാം പോവും. മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരതമ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഇളകാൻ പാടില്ല. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇൻ്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കൽബ് നമുക്കുണ്ടായിത്തീരണം. അതിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചെങ്കിലേ അത് ഉണ്ടാവുള്ളല്ലോ. മറുപടി പിന്നത്തെ കാര്യമാണ്. മറുപടി എന്താ, പറഞ്ഞ സ്ഥിതിക്ക് മറുപടിയും കൂടിയും പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ വഴിതെറ്റിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയായ മനുഷ്യൻ നബിനോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളങ്ങക്ക് ഞാൻ കെട്ടിച്ചു തരട്ടേന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കെട്ടിച്ചു തന്നു എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു എന്ന്. രണ്ടാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പേരെ ചെന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ മദീനത്ത് പുതിയൊരു രാജാവ് വന്നിട്ടുണ്ട്, അന്നെ ഞാൻ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ ചോദിച്ചു. രാജാവിനല്ലേ കെട്ടിച്ചോളി പറഞ്ഞു. എന്നാൽ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ്. നബി തങ്ങളുടെ കൂടെ സഹാബത്തുണ്ട്, പെണ്ണിൻ്റെ കൂടെ അവരുടെ രക്ഷിതാക്കളും ഉണ്ട്. ഈത്തപ്പനത്തോട്ടം എന്ന് പറയുമ്പോൾ അന്നത്തെ ഓഡിറ്റോറിയമാണ്. അന്ന് കല്യാണം നടക്കുക ഈത്തപ്പനത്തോട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ് കല്യാണങ്ങൾ നടക്കാറുള്ളത്. അതാണ് ഈത്തപ്പനത്തോട്ടം എന്ന് പറയാനുണ്ടായ കാരണം. അങ്ങനെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സഹാബത്തുണ്ട്, സ്ത്രീയുടെ കൂടെ രക്ഷിതാക്കളുണ്ട്. ഈ പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പെണ്ണിന് തോന്നി, എൻ്റെ വാപ്പ എന്നോട് രാജാവിനെ കൊണ്ട് കല്യാണം നടത്താമെന്നാണ് പറഞ്ഞത്, ഇത് രാജാവൊന്നല്ലല്ലോ എന്ന് തോന്നി. ഈ വിവരമറിഞ്ഞ നബി തങ്ങൾ അവൾക്ക് ഇദ്ദയിരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് ത്വലാക്ക് ചൊല്ലി പറഞ്ഞയച്ചു എന്ന താരീഖിനെ വഴിമാറ്റിയതാണ്. ഇങ്ങനെ തന്നെ ഓരോ കാര്യം. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കുക വേണ്ടത്. കാരണം ഹദീസ് വഹയിൻ്റെ ഇൽമാണ്, അതിൽ തെറ്റുണ്ടാവില്ല. വഹയിൻ്റെ ഇൽമാണത് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആ ഹദീസ് തലക്കെന്ന് പഠിച്ചാൽ ആ സംശയം തീർന്നു പോകും. അത്രയാണ് ആ കാര്യമുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരാളെക്കുറിച്ച് അറിയുമ്പോഴാണ് ആ ആളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഏത് മനുഷ്യനെയും പഠിക്കുമ്പോൾ ആദ്യം ആ മനുഷ്യൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അവിടെയാണ് നബി തങ്ങളുടെ 20 വാപ്പാര് വരുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബാബുസ്സലാം എന്ന് പറയുന്ന നമ്മൾ മദീനയിൽ ഉംറക്കൊക്കെ പോയാൽ പിന്നെ നബി തങ്ങളോട് സലാം പറയാൻ വേണ്ടി കയറുന്ന വാതിലാണ് ബാബുസ്സലാം. ബാബുസ്സലാം എന്ന് പറഞ്ഞ വാതിലേക്ക് കയറുന്നോടത്ത് തന്നെ വലത്ത് സൈഡിലായിരുന്നു എത്രേ നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ടായിരുന്നത്. പഴയ കാലത്ത് അതിമ കുബ്ബൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഏതായാലും മാർബിൾ മാത്രമേ കാണാനുള്ളൂ, വേറൊന്നും കാണാനില്ല എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാൻ്റെ ഖബറുള്ളത്. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലഘട്ടത്തിലും മദ്യപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 20 വാപ്പാരെ പഠിക്കേണ്ടി വന്നത്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വാഷിമുൻ അബ്ദു മനാഫി യന്തസിബ് കുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തും വമുദ്രിക ഇല്യാസു സുമ്മാ മുളറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കിഫായത്തുൽ ഈമാൻ എന്ന കിതാബിലുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ചെല്ലിയ ബെയ്ത്തും കിഫായത്തുൽ ഈമാൻ്റെ ആദ്യത്തിൽ നിന്നാണ്. ഒരു പ്രത്യേകത ഉണ്ട്. കിഫായത്തുൽ ഈമാൻ്റെ രചയിതാവായ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത ആളായിരുന്നു. കണ്ണ് കാണാത്ത കുറേ ആളുകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത ആളാണ്. ഉമ്മ ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്
ഇമാം ബുഖാരി റളിയല്ലാഹു, നമ്മൾ തമ്മ തെറ്റിയ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, എന്താ മൂപ്പര പ്രത്യേകത? 4000 ഉസ്താദ്മാരാ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദ്മാരുണ്ടാവില്ല. അതിൽ തന്നെ 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല. അങ്ങനെയാണ്. 4 മര്യാദക്ക് ഉണ്ടാവില്ല. ഓലെ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. അതാണ് നമ്മളെ കുഴപ്പമെന്ന് പറയുന്നത്. 4000 ഗുരുനാഥന്മാരാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മാൻ്റെ ദുആയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ഹസൻ അലി ശാദുലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വിട്ടുകടന്നതിന് ശേഷം കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഷാദുലിയ ത്വരീഖത്തിൻ്റെ ഇമാമാണ്, അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ നേതാവാണ് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞിട്ട് എന്താ കണ്ണിന് കാഴ്ച പോയാണ്ടാകുക? സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2-ലുണ്ടിത് 286 പറയുന്നത്. സ്വർഗത്തിലാദ്യം അള്ളാഹിനെ കാണുക കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 2 വാക്ക് പറയണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് സന്ദർഭത്തോട് ഒത്തു വന്നതാണ്. അഹ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കണ്ടു. കുരുടൻ്റെ കൈക്ക് പിടിച്ച് 40 ചുവടടി നടത്തുന്നു, എന്നാൽ അവന് സ്വർഗം ഉടനടി നൽകുന്നതെന്നും സയ്യിദുൽ അദ്നാനി പറയുന്നതായി കാണാം റവാ ത്വബ്റാനി. നമ്മൾ വല്ലാതെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ആകെ അറിയണത് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനൊട്ട് മറക്കൂല്ല. കാരണം അബസവത്തല്ല എന്നുള്ള ആയത്തിറങ്ങണത് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് അത് മറക്കൂല്ല. ചരിത്രത്തിൽ ഒരുപാട് കണ്ണാണാത്ത ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വർഗത്തിൽ ആദ്യം അള്ളാഹിനെ കാണാവരായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, അത് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, കണ്ണ് കാണാത്തവർക്ക് സ്ഥാപനമുണ്ട് അൽഹംദുലില്ലാഹ് പുലാമന്തോളിൻ്റെ അടുത്ത് കട്ടുപ്പാറയിലാണ്. ഞാൻ പുതിയൊരു സംരംഭം എന്നുള്ളതിൽ മുത്തുനബിനെ പഠിക്കാൻ, മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞൊരു സ്ഥാപനം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച മുത്തുനബി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി. അതിൻ്റെ കീഴിൽ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചാൽ തീരൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണതിനനുസരിച്ച് കൂടും. ഒരാൾ എത്രത്തോളം പഠിക്കുന്നോ അതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയിക്കണം. ധാരണ മതി. അള്ളാഹു നമ്മളെല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ. അപ്പോൾ എന്തേ പറഞ്ഞു വെച്ചാൽ, അഹ്മദ് അൽ മർസൂഖി കണ്ണാണാത്ത ആൾ ഒരു ദിവസം മുത്തുനബിനെ കിനാവിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കിനാവ് കാണാൻ പിന്നെ കണ്ണുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കലുണ്ട്, നമുക്ക് കണ്ണുള്ളതുകൊണ്ടാണോ കാണാത്തത്? ഉറക്കത്ത് കാണാൻ, കിനാവ് കാണാൻ കണ്ണുണ്ട്. അഹ്മദ് അൽ മർസൂഖി കണ്ടു റളിയല്ലാഹു അൻഹു. അപ്പോൾ കൂടെ സഹാബത്തൊക്കെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട്. മർസൂഖിയോട് ചോദിച്ചു, മർസൂഖി, സാധാരണ മനുഷ്യന്മാരെ ഈമാൻ ശരിയായി നിൽക്കാൻ പറ്റുന്ന ഒരു കവിത നിങ്ങൾക്ക് എന്താ ചൊല്ലിയാൽ എന്ന് ചോദിച്ചു. ഒരു പാട്ട് പാടിയാൽ. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനങ്ങനെ പാട്ടൊന്നും അറിയുന്ന ഒരാളല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, അറിയില്ല എന്നൊന്നും പറയണ്ടടാ, മുണ്ടാന്നാ മതി പറഞ്ഞു. അറിയില്ല എന്ന് പറയണ്ട, മുണ്ടാന്ന് നോക്കുക, എന്തെങ്കിലും പരിഹാരം. ഈ നിലപാടിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണല്ലോ. നിങ്ങൾ ആലോചിച്ച് ചോദിക്കണോ അറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്താ? മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ്. അപ്പോൾ മുണ്ടായിരുന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നബി തങ്ങളൊന്നും ചിരിച്ചു. എന്നിട്ടൊരു അരവരി പാടിക്കൊടുത്തതാണ് അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി. അപ്പോൾ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു അത് ഏറ്റു ചൊല്ലി. പിന്നെ മൂപ്പര് അവിടുന്നാണ് ചെല്ലുകയാണ് ബാക്കി 26 വരികൾ മഹാനവറുകൾ ആ ഉറക്കത്തിൽ ചൊല്ലി. നേരം വെളുത്തപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട്. അതങ്ങനെ കഴിഞ്ഞു. പിന്നൊരു ദിവസം വീണ്ടും നബി തങ്ങളെ കിനാവിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മർസൂഖി നിങ്ങളാ അന്നാൾ പാടിയ ആ പാട്ടൊന്നുകൂടിയും പാടിക്കാണി പറഞ്ഞു. അതിൽ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു പാടിക്കൊടുത്തു, അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി അൽ ആഖിരിൽ ബാഖി ബിലാ തഹവ്വുലി. ഈ ബെയ്ത്ത് എല്ലാം ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തൽസമാത്തിൻ്റെ കിതാബിലുണ്ട്. അതിനിപ്പോൾ ഈ ബെയ്ത്ത് എവിടെയുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? വല്യമ്മാൻ്റെ 14 വക ഏടിലുള്ളത്.
അതെന്താ വല്യമ്മാൻ്റെ 14 വക ഏട് വല്യപ്പാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ. വല്യപ്പാക്ക് മുസാഫ് ഉണ്ട് ആദ്യം, എന്നിട്ടല്ലേ സബീന. വല്യപ്പാക്ക് വെച്ചിട്ട് സ്വന്തമായിട്ട് നമുക്ക് വേണ്ട ചില സാധനങ്ങളുണ്ട്. സ്വന്തമായിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ്, അതിപ്പോൾ ഞാൻ ഹാഫിദാണെങ്കിലും വേണമെന്നല്ല. ഷമീർ സാഹിബ് ഹാഫിദാന്ന് ഞാൻ എപ്പോഴറിഞ്ഞേ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. ഹാഫിദീങ്ങളെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണം, ആദരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് ഖുർആൻ ഷരീഫ് പറഞ്ഞത്. മുഅ്ജിസത്ത് 2 തരത്തിലുണ്ട്. ഒന്ന് ഹെസ്സിയായ മുഅ്ജിസത്തുണ്ട്, ഒന്ന് മാനവിയായ മുഅ്ജിസത്തുണ്ട്. മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് മുഅ്ജിസത്താണ്, കുറേ കാലം കഴിഞ്ഞാൽ അതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതാണ്. അതേസമയത്ത് ഹിസ്സിയായ മുഅ്ജിസത്ത് പറഞ്ഞാൽ ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതിനെയാണ് ഹിസ്സിയായ മുഅ്ജിസത്ത് പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്സിയായ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ. ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഹിഫ്ളാക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞത് എനിക്കതായാലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉള്ളവർക്ക് നമ്മൾ എന്തായാലും പ്രോത്സാഹനം കൊടുക്കണമല്ലോ, അവരെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കത്തിൽ കണ്ടു അഹ്മദ് അൽ മർസൂഖി. അങ്ങനെ നബി തങ്ങൾ പാടിക്കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ സ്വന്തം മുസാഫുമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒന്ന്. രണ്ടാമത് എല്ലാവർക്കും സ്വന്തമായിട്ട് വേണ്ടതൊരു തസ്ബീഹ് മാലയാണ്. കൊണ്ടടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആദ്യം ഉണ്ടാവട്ടെ, ആണിമ തൂങ്ങട്ടെ, അത് കൊണ്ടടക്കൽ പിന്നല്ലേ. നല്ലത് നോക്കിയിട്ട് വാങ്ങണം, നല്ല നോക്കിയിട്ടൊരു തസ്ബീഹ് മാല വാങ്ങണം എല്ലാവരും. എവിടെ നിന്ന് കിട്ടുക വെച്ചാൽ ഉരുണ്ട മണിയുള്ളതാണ് ഏറ്റവും നല്ലത്. 101 മണിയുള്ളത് വാങ്ങണം. 33, 33, 33, 99, 2 വലിയ മണിയും, അങ്ങനെ 101 മണിയുള്ളതാണ് വാങ്ങേണ്ടത്. 100 വാങ്ങരുത്. എഴുത്തുള്ളതും വാങ്ങാതിരിക്കലാണ് നല്ലത്. എഴുത്തുള്ളത് ചിലപ്പോൾ ഷിയാക്കളുടേതായിരിക്കും, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഉരുണ്ട മണിയാണ് നല്ലത്. 101 ഉള്ളതാവണം. 100 മണിയുള്ളത് നമ്മളതല്ല. തസ്ബീഹ് മാല നമുക്ക് മാത്രമല്ല ഉള്ളത്, പല മതക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് 101 ഉള്ളതാണ് നമ്മളത്, അതന്നെ വാങ്ങണം. ആദ്യം ആണിമ തൂങ്ങട്ടെ. പഞ്ച് കിടക്കുമ്പോൾ ഭാര്യനോട് ഏടി എൻ്റെ തസ്ബീഹിൻ്റെ എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം സാധനം ആണിമ തൂങ്ങണ്ടേ, എന്നാലല്ലേ പറ്റുള്ളൂ. ആദ്യം ആണിമ തൂങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കൊണ്ടടക്കൽ പിന്നാക്കാം. അപ്പോൾ അതുകൊണ്ട് 2 സാധനം എല്ലാവർക്കും വേണം. ഒന്ന് അവനാൻ്റെ വെച്ചിട്ട് കുറച്ച് വലിയ എഴുത്തൊക്കെ ഉള്ളൊരു മുസാഫ്, മറ്റൊന്ന് ഒരു തസ്ബീഹ് മാല. ഇത് രണ്ടും അവനാന് സ്വന്തമായിട്ടുണ്ടാവണം, വാങ്ങണം എല്ലാവരും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വലിയ ദറജ കിട്ടും അതുകൊണ്ടൊക്കെ. തസ്ബീഹ് മാലിൻ്റെ പ്രത്യേകത എന്താ? നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധനമാണ്. നിഅമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ് തസ്ബീഹ് മാല. നഫ്സാബി റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ശേഖരിച്ചിരുന്നു എന്നാണ്. ദിക്റോ തസ്ബീഹൊക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അങ്ങോട്ട് വെക്കും, പിന്നെ ഒന്നെടുത്ത് വെക്കും, പിന്നെ ഒന്നെടുത്ത് വെക്കും, കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കും. എന്തിന്? നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കാനാ. സാക്ഷികളെ തേച്ചാൽ തയ്യാത്തൊരു ദിവസം ഉണ്ട്, അതിനാണ് മഹ്ശറ എന്ന് പറയാം. നന്മക്കും സാക്ഷി ഉണ്ടാവും, തിന്മക്കും സാക്ഷി ഉണ്ടാവും. എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ കിടന്നുകാണ്ട് വാതിൽ കുറ്റിട്ടു. ആ കുറ്റി നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും. ഇനി ആരും കാണാന്ന് എഴുതിയിട്ട് ഡേറ്റ് എടുത്തി, ആ സ്വിച്ച് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും. നന്മക്കും സാക്ഷിയുണ്ട്, തിന്മക്കും സാക്ഷിയുണ്ട്. സാക്ഷികളെ തേച്ചാൽ തയ്യാത്ത ദിവസത്തിനാണ് മഹ്ശറ എന്ന് പേര് പറയണത്. മഹ്ശറ എന്തിനാ സത്യത്തിൽ? മഹ്ശറ 50,000 കൊല്ലം മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുന്നതാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ 50,000 കൊല്ലം ഉണ്ടാവും. ചില ആൾക്കാർ അമലിൻ്റെ തോതനുസരിച്ച് നെരിയാണി വരെ വിയർപ്പുള്ളവരും, കാലിൻ്റെ മുട്ട് വരെ വിയർപ്പുള്ളവരും, അര വരെ വിയർപ്പുള്ളവരും, ചെവി വരെ വിയർപ്പുള്ളവരും, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവരും ഉണ്ടാവുന്നതാണ് മഹ്ശറയിൽ. 50,000 കൊല്ലം മനുഷ്യൻ നിലയില്ലാ കയത്തിൽ നിന്ന് നെട്ടോട്ടമോടും. ഹിസാബൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല, അവിടെ വെറുതെ മേപ്പോട്ടൊക്കെ കിടക്കുക. എന്തിനാണ് ആ നടക്കണേ? ആ നടക്കുന്നതിലൊരു രഹസ്യമുണ്ട് എന്നാണ്. 50,000 കൊല്ലം അന്തം വിട്ട് നടക്കുമ്പോൾ ആൾക്കാർ തമ്മ് പറയും, എന്താ ഇപ്പോൾ ഈ നൃത്തം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയോക്കല്ലേ. അങ്ങനെ പോകും അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ. ഉലുൽ അസ്മയുടെ അടുത്ത് മാത്രമേ പോകുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് ചെന്നിട്ട് പറയും, വല്ലിപ്പ ഞങ്ങൾ ആകെ പെട്ടിട്ടുണ്ട്, സ്വർഗത്തെക്കായാലും വേണ്ടില്ല നരകത്തെക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു. ആദം വല്ലിപ്പ പറയും, കുട്ടികളെ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറില്ല ഉള്ളത്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കി. അങ്ങനെ മൂസാ നബിൻ്റെ അടുത്ത് പോകും, ഈസാ നബിൻ്റെ അടുത്ത് പോകും, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാം അവരുടെ എല്ലാവരുടെയും അടുത്ത് പോകും. എല്ലാവരും ഏകദേശം ഒരേ മരുത്ത മറുപടി പറയും. അവസാനം നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും, നബിയെ നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ
ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞാണ്ട് അവിടുന്ന് നീച്ചിട്ട് അർഷിൻ്റെ താഴെ പോയിട്ട് ദീർഘമായ സുജൂദിൽ കിടക്കും. ആ സുജൂദിനൊടുവിൽ അള്ളാഹു വിളിക്കും, ഇർഫറസക്കയാ മുഹമ്മദ് സൽ തൊഴുത്ത, മുഹമ്മദെ തല ഉയർത്തു, എന്താ ആവശ്യം ചോദിച്ചോളി നമ്മൾ തരാലോ എന്ന് പറയുന്നതാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ, മുഹമ്മദെ തല ഉയർത്തു എന്നാണ്, റസൂലെ തല ഉയർത്തു എന്നല്ല, നബിയെ തല ഉയർത്തു എന്നല്ല പറയുന്നത്. അതായത് വിളിയിൽ ഒരു രഹസ്യമുണ്ട്. വിളി യോഗ്യതയുടെ മേൽ അറിയിക്കുന്നതാണ്. വിളി യോഗ്യതയുടെ മേൽ അറിയിക്കും. ഇപ്പോൾ മിഥിലാജ് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ശരിക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതനും പ്രഭാഷകനും ചിന്തകനും ഒക്കെ ആയ സാലിം ഫൈസി കൊളത്തൂർ അവറുകൾ പ്രസംഗിക്കുന്നു എന്ന് പറയണതിന് പകരം കന്തൂറ ഇട്ടവനും കക്കൂസിൽ പോകുന്നവനും തുണികുപ്പായും അയൺ ചെയ്യുന്നവനുമായ സാലിം ഫൈസി പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതല്ല പ്രസംഗത്തിൻ്റെ യോഗ്യത. അതുകൊണ്ടാണ് പറയാൻ പാടില്ലാത്തത്. അപ്പോൾ വിളി യോഗ്യതയുടെ മേൽ അറിയിക്കും. അള്ളാഹു നബി തങ്ങളെ യാ മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല. ആകെ ഈ ഒരു സമയത്ത് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് എവിടെയും കാണൂല. അള്ളാഹു യാ മുഹമ്മദ്, യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ മാ ഉൻസില ഇലൈക എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട്. തോഹ എന്ന് വിളിച്ചിട്ടുണ്ട്. യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല. ആകെ ഒരു തവണയാണ് വിളിക്കുന്നത്. അത് ഷഫാഅത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇർഫറസക യാ മുഹമ്മദ്, മുഹമ്മദെ തല ഉയർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും നുബുവത്തും റിസാലത്തുമല്ല യോഗ്യത, മുഹമ്മദീയത്താണ് യോഗ്യത. സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ലല്ലോ. റബീഉൽ അവ്വൽ 12 റസൂലിൻ്റെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ്. മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി റസൂൽ ആവുന്നത്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടി വരും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അസ്സലാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബിയോടുള്ള താല്പര്യമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. മോണയിൽ ഫിർഔനുണ്ട്. എന്തിനാ മഹ്ശറ? മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ് മഹ്ശറ. അത് എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് ഹിസാബ് ആരംഭിച്ചാൽ അപ്പോൾ തന്നെ തീരുകയും ചെയ്യും. അതാണ് ഹിസാബിൻ്റെ പ്രത്യേകത. ഹിസാബ് തുടങ്ങിയ എപ്പോഴാണ് കഴിയുക? നമുക്ക് തോന്നും ആ ഹിസാബ് തുടങ്ങിയിട്ടുണ്ട്, അപ്പം നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ വിളിക്കും തിരക്കുന്ന. സൈനുദ്ദീനൊക്കെ പെട്ട തന്നെയാണ്. ഞാനൊക്കെ എളുപ്പം പോകും. എൻ്റെ പേര് അഹമ്മദ് സാലി എന്നാണ്, കൊണ്ടാണ്. അങ്ങനെ വിചാരിക്കണ്ട. അള്ളയാണ് നോക്കണത്. നോട്ടാണ് തുടങ്ങിയാൽ എല്ലാവരും ഒപ്പം തീരും. നോട്ടാണ്ട് തുടങ്ങണമെങ്കിൽ മുഹമ്മദാണ് വിചാരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് മനസ്സിലാകുന്നുവോ അന്ന് മഹ്ശറ അവസാനിക്കും. മഹ്ശറ മുത്തുനബിക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ്. ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നബി തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ്. ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നബി തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്ത് എന്തിനാ അങ്ങോട്ട് പോകുന്നത്? മുത്തുനബിക്ക് വരാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാം തമിഴനായിരുന്നു താരീഖിലുണ്ട് കേട്ടോ. അതിലഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാം അന്നത്തെ തമിഴ്നാട്ടിലാണ് വന്നത്. ഇന്നത് ശ്രീലങ്കയുടെ ഭാഗമാണ്. അന്നത്തെ തമിഴ്നാട്ടിലാണല്ലോ വന്നിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഭാഷയും തമിഴായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ അഭിപ്രായമാണ്. എന്നാലും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുള്ള കാര്യം തന്നെ. എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്പിയാക്കളായിട്ട് ബന്ധപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളെയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇത്തിബാ എന്ന് പറഞ്ഞാൽ 2 നിലക്കുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 നിലക്കാണ്. ഒന്ന്, നമ്മൾ ഇത്തിബായിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു കാര്യം ചെയ്യുക. രണ്ടാമത്, ചെയ്യുന്ന കാര്യം ഇത്തിബായിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇങ്ങനെ 2 ഉണ്ട്. പുതിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ മുമ്പിൽ അലങ്കാരത്തിന് വേണ്ടി റോസാപ്പൂവിൻ്റെ 10 കൊമ്പ് 150 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ട് കൊടുന്ന് കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെരക്ക് നല്ലൊരു ചൊറുക്കുണ്ടാകട്ടെ എന്ന് ആലോചിക്കുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന ഈ കാര്യത്തെ ഇത്തിബാക്കി മാറ്റാൻ വേണ്ടി പറ്റും. മീൻ തിന്നിട്ട് മുള്ള് ബാക്കിയാവുമ്പോൾ ആ മുള്ളിങ്ങനെ ഒന്നിച്ച് കൂട്ടിയെടുത്തുങ്ങാണ്ട്
വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടെക്കുമ്പോൾ പൂച്ചകളോട് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാനിത് പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ അതിനെ ഇത്തിബാ ആക്കാൻ വേണ്ടി പറ്റും. ചെയ്യുന്ന കാര്യത്തെ ഇത്തിബാ ആക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഇത്തിബായിൻ്റെ ഭാഗമായുള്ള പുതിയ വിഷയങ്ങൾ നമ്മൾ ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൊരിക്കലും ബാക്കിലേക്ക് കൈയ്യട്ടി നിന്നിട്ടില്ല. അങ്ങനെ ലോകത്തൊരു മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ബാക്കിൽ കൈയ്യട്ടിയാൽ? ബാക്കിൽ കൈയ്യട്ടിയാൽ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട് എന്നാണ്. അയാൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ബോഡി ലാംഗ്വേജ് അനുസരിച്ച്. അറിയണ ഒരാൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ പിന്നിക്ക് കൈയ്യട്ടി എന്നാലും സെലക്ഷൻ കിട്ടൂല. ഇയാൾ എന്തോ മറച്ചു വെക്കുന്ന നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്ക് കൈയ്യട്ടിയിട്ടില്ല. പൊതുവേ നബി തങ്ങൾ കൈ കെട്ടലില്ല.